ട്രെയിനിന് പതിവില്ലാത്ത സ്പീഡാണല്ലോ. അല്ല, ഇനി വൈകിട്ടെത്തേണ്ട വണ്ടി ഉച്ചയ്ക്ക് തന്നെ കോഴിക്കോട്ട് എത്തുവോ? കളിയാക്കൊന്നും വേണ്ട. ചിലപ്പോ എത്തിയെന്ന് വരും. കാരണം എഞ്ചിൻ ഓടിക്കുന്നത് നമ്മുടെ ഗഫൂർക്കാണ്. സാർ എന്തായി കാണിക്കുന്നത്? ട്രെയിൻ പാളം തെറ്റി. അവിടുന്ന് എഞ്ചിൻ ഓടിക്കാൻ എന്നെ പഠിപ്പിക്കണ്ട സാറേ വണ്ടി ഒന്ന് റെയിലിൽ കയറ്റ്, അല്ലെങ്കിൽ എഞ്ചിൻ ഓഫ് ചെയ്യ്. എന്റെ തൊള്ളയിൽ നമ്മൾ എന്തെങ്കിലും തിരുവും. ഇതിലും വലിയ എഞ്ചിനൊക്കെ ഈ ഗഫൂർ ഓടിച്ചാണ്. സാർ എന്ത് തോന്നിയ സാർ കാണിക്കുന്നത്? നൂറുകണക്കിന് ആൾക്കാരുടെ ജീവന് സാറ് സമാധാനം പറയണം. തീവണ്ടി റെയിലിലൂടെയല്ലേ ഓടിക്കേണ്ടത്, ഇങ്ങനെ കണ്ടോണ്ട് പറമ്പിലൂടെയാ? ഈ ട്രെയിൻ റെയിലുമ കൂടിയാണ് ഓടിക്കേണ്ടത്. നമുക്കറിയാം. നമ്മളിങ്ങനെ അടിച്ച് മിന്നിച്ച് വരുമ്പോ ഒരുത്തനുണ്ട് റെയിലിന്റെ മുകളിൽ നീണ്ടു നിവർന്ന് കിടക്കണ്. ആത്മഹത്യ ചെയ്യാൻ നമ്മൾ ട്രെയിൻ ഒന്ന് വെട്ടിച്ച് ആതാപ്പുണ്ടായത്. എന്റെ സാറേ, ഒരാളുടെ ജീവന് വേണ്ടി നൂറുകണക്കിന് ആളുകളുടെ ജീവൻ ഇങ്ങനെ കുരുതി കൊടുക്കുന്നത് ശരിയല്ല. ആ റെയിലിൽ തലവെച്ച് കിടക്കണ ആൾ എന്തായാലും ചാവാൻ തീരുമാനിച്ചതായിരിക്കും. അന്നേരം അയാളുടെ നെഞ്ചത്തുകൂടെ വണ്ടി കയറ്റാന്നല്ലാണ്ട് ഇങ്ങനെ ട്രെയിൻ പറമ്പിലൂടെ ഓടിക്കുക ചെയ്യാ? ഓന്റെ നെഞ്ഞത്തൂടി വണ്ടി കയറ്റാൻ തന്നെയാണ് നമ്മൾ വിചാരിച്ചത്. ട്രെയിൻ അടുത്തെത്തിയപ്പോ കള്ളം മോനെ എണീച്ച് ഓടിക്കാതെ. അതിന് എന്നെ കൊല്ലുന്നേ, ഞാനിനി ആത്മഹത്യ ചെയ്യൂലേ.